നോയമ്പിൻ്റെ 39-ാം ദിവസം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 41 മുതൽ 44 വരെയുള്ള ഭാഗത്തു നിന്നും ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അർപ്പണമായ ആരാധന. ഒരു വിധവയുടെ അർപ്പണം യേശു കർത്താവ് വളരെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കുന്നതായിട്ട് ഉള്ള ഒരു ഭാഗമാണ്. പരീക്ഷന്മാരുടെയും ശാസ്ത്രന്മാരുടെയും പാവപ്പെട്ടവരെ ചൂഷണം ചെയ്തുകൊണ്ട് ദേവാലയത്തിലെ നേർച്ചപ്പെട്ടുകളെയെല്ലാം നിറയ്ക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുവാനുള്ള സമയങ്ങളിൽ ചെല്ലുമ്പോഴും പറയാതെ വളരെ മൗനമായി കടന്നു വന്ന് അർപ്പിച്ചിട്ട് കടന്നുപോയ ഒരു വിധവയെ കർത്താവ് ശക്തമായി നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടുന്നു. അവളുടെ ജീവിതം ബന്ധപ്പെട്ട നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് ഇങ്ങനെ ഒന്ന് വായിച്ചെടുക്കുന്നതിന് തെറ്റില്ല. ഈ ലോകത്തുള്ള സകല ഭൗതികമായ അനുഗ്രഹങ്ങളുടെ പിന്നിൽ നിൽക്കുവാനായിട്ടുള്ള ഒരു ദൈവത്തെ അവൾക്ക് ആ അർപ്പണത്തിലൂടെ മഹത്വീകരിപ്പാനും ആ ദൈവത്തിൻ്റെ തേജസ് ഉൾക്കൊള്ളാനും ആ സ്ത്രീയെ കൊണ്ട് അല്ലെങ്കിൽ ആ വിധവയെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ പേര് പോലും പറഞ്ഞിട്ടില്ലാത്ത ഈ വിധവയിൽ നിന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മുടെ വഴിപാടുകൾ വഴി നമ്മുടെ ധാന്യങ്ങളെ പ്രതി നമുക്കൊന്ന് പഠിച്ചിട്ട് ഈ ചിന്ത അവസാനിപ്പിക്കാം. ഒന്നാമത്തത്, ആ വിധവയുടെ അർപ്പണം എന്ന് പറയുന്നത് താരതമ്യം ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള അതുല്യമായ ഒരു അർപ്പണമായിരുന്നു എന്നുള്ളതാണ്. തന്നെ ആരും കാണരുത് എന്ന് അവൾ അവിടെ വരുന്നത്. തനിക്കൊരു പരിഭവം പറയാനായിട്ട് ഇല്ല. തനിയെ തന്നെ വരുന്നു. അവൾ വരുന്നത് ഒരിക്കലും ആദ്യം അല്ല. എത്രയെങ്കിലും വർഷമായി, നാളുകളായി ഇവൾ ഈ പ്രക്രിയ ചെയ്തുകൊണ്ടിരിക്കെ ആണ്. അവൾക്കൊരു പരിഭവം പറയാൻ ഇല്ല. അവൾ അർപ്പിക്കുന്നത് വെറും 2 കാശ് ആണ്. 2 കാശ് എന്ന് പറയുന്നത് അവളുടെ അന്നത്തെ അധ്വാനം മുഴുവൻ ആണ് എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. വഴിപാട് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ദശാംശത്തിൽ നിന്നും എത്രയോ അപ്പുറം ആണല്ലോ വഴിപാട് നിൽക്കുന്നത്. ദശാംശത്തിന് ഒരു പ്രത്യേക ലിമിറ്റ് ഉണ്ട്. എന്നാൽ വഴിപാടിനെ സംബന്ധിച്ചിടത്തോളം എന്തും ഏതും വഴിപാടാണ്. എത്ര അർപ്പിക്കുന്നതും വഴിപാടിൻ്റെ കാര്യത്തിന് സംശയം ഇല്ല. ധനവാനെയും ദരിദ്രനെയും ഒരേ കണ്ണുകൊണ്ട് അളക്കുന്ന കർത്താവ് ഈ പാവപ്പെട്ട വിധവയെ, ഈ പേര് പോലും പറഞ്ഞിട്ടില്ലാത്ത ഈ സ്ത്രീയെ, അവളുടെ അർപ്പണത്തെ ഏറ്റവും മനോഹരമായി കാണുന്നു എന്നുള്ളതാണ്. നമ്മുടെ സമ്പത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത് അല്ല ദാനം, പിന്നെയോ ഇല്ലായ്മയുടെ മധ്യത്തിൽ നിന്നുള്ള നമ്മുടെ പങ്കുവെക്കൽ ആണ്. നമ്മുടെ സമ്പത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത് അല്ല ഒരിക്കലും ദാനം എന്ന് പറയുന്നത്. നമ്മുടെ ഇല്ലായ്മയിൽ നിന്നിട്ടുള്ളതാണ് പങ്കുവെക്കൽ എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഞാൻ എന്ത് കൊടുത്തു, എനിക്ക് എന്ത് കൊടുക്കാം, എന്ത് സാധിക്കും എന്നുള്ളതല്ല. അമലൻ എന്തു നൽകി എന്നുള്ളതാണ്. ഞാൻ എന്തു കൊടുത്തു എന്നുള്ളതല്ല, അമലൻ എന്തു കൊടുത്തു എന്നുള്ളതാണ് നമ്മളെ വളരെയധികം വിഷമിപ്പിക്കുന്നത്. വേദപുസ്തകത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായത്തിൽ അത് തന്നെ ആണല്ലോ നമ്മൾ കാണുന്നത്. ഹാവേലിന്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചപ്പോൾ കയീലിന്റെ മുഖം വാടിപ്പോയി. അവന്റെ മുഖം വാടി. പിന്നെ പോയി എത്തുന്നത് വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു ആദ്യത്തെ കൊലപാതകത്തിലാണ് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്.
നമ്മൾ ആർക്ക് ദാനം കൊടുത്താലും അത് ഏറ്റവും ശ്രേഷ്ഠമായത് കൊടുക്കണം. നമ്മൾ ആർക്ക് എന്ത് ദാനം കൊടുത്താലും ഏറ്റവും ശ്രേഷ്ഠമായത് കൊടുക്കണം. പ്രിയമുള്ളവരെ, ഈ വിധവ നമ്മെ പഠിപ്പിക്കുന്നു. മറ്റ് ഒന്നും തന്നെ താരതമ്യപ്പെടുത്താൻ പറ്റാത്ത യേശു കർത്താവിനെ നമുക്ക് ആരുമായിട്ട് താരതമ്യപ്പെടുത്താൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് എങ്കിൽ ഈ വിധവയെ, പേര് പോലും പറഞ്ഞിട്ടില്ലാത്ത ഈ സ്ത്രീയെ നമുക്ക് ആരുമായി താരതമ്യപ്പെടുത്തുവാൻ നമുക്ക് കഴിയുകയില്ല. അവളുടെ ഓഫറിൽ, അർപ്പണം, വഴിപാട് അതുതന്നെയായിരുന്നു. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് സ്വന്തം ഇച്ഛപ്രകാരം നൽകിയ, ആരും നിർബന്ധിക്കാതെ നൽകിയതായിരുന്നു എന്നുള്ളതായിരുന്നു. ആ വിധവയെ സംബന്ധിച്ചിടത്തോളം അവളുടെ അത്താഴത്തിന് ഒരു വകയും ഇല്ല. അവളുടെ അന്നത്തെ മുഴുവൻ ഉപജീവന മാർഗം ആണ് അവൾ കൊടുത്തിരിക്കുന്നത്. ദേവാലയത്തിലാണ് അവൾ ഇത് അർപ്പിക്കുന്നത്. ദേവാലയവുമായിട്ടുള്ള നമ്മുടെ ബന്ധത്തിൽ നമ്മുടെ അർപ്പണങ്ങളെ നമ്മൾ എങ്ങനെ ക്രമീകരിക്കും? ദേവാലയങ്ങളിൽ നമ്മെ എന്ത് അർപ്പിക്കുന്നതും നിശ്ചയമായും ഒരിക്കലും ജീവിതത്തിൽ നഷ്ടമായി പോകുകയില്ല എന്നത് ഒരു മഹാസത്യം ഈ വിധവ ലോകത്തോട് വിളിച്ചു പറയുന്നു. നമ്മൾ ഒരിക്കലും മറന്നു പോകാല്ലേ. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർ ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നു: ഒരിക്കലും നിർബന്ധത്താലെ നിങ്ങളുടെ അർപ്പണം നിങ്ങൾ കൊടുക്കരുത്. സന്തോഷത്തോടു കൂടി കൊടുക്കുക. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നീ ദാനം കൊടുക്കുന്ന സമയത്ത് നിന്റെ വലം കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടം കൈ ഒരിക്കലും അറിയാൻ പാടില്ല. അതായത്, നീ രഹസ്യത്തിൽ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അതിനാൽ നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. നമ്മൾ ദൈവസന്നിധിയിൽ ഭിക്ഷക്കാർ ആണ്. എങ്ങനെയുള്ള ഭിക്ഷക്കാരനാണ്? നൽകുന്നതൊന്നും തിരിച്ചു നൽകുവാൻ സാധിക്കില്ല എന്ന് അറിയുന്ന ഭിക്ഷക്കാരൻ. ഒരു തേജസ്സും കൂടിയുണ്ട്. നൽകപ്പെടുന്നതെല്ലാം നിശ്ചയമായി നമുക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി ഉള്ളതാണെന്ന് തിരിച്ചറിയുന്ന മനുഷ്യരായിട്ട് വരണം. പ്രിയമുള്ളവരെ, വഴിപാടിനെ പ്രതി നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മൊഴികളും നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അവിടുന്ന് പറയുകയാണ്, വഴിപാടർപ്പിക്കുമ്പോൾ നീ ദാനം കൊടുക്കുന്ന സമയത്ത് നിന്റെ വലം കൈ ചെയ്യുന്നത് ഇടം കൈ ഒരിക്കലും അറിയാൻ പാടില്ല. ഈ വചനങ്ങളെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവിനോടുള്ള സ്നേഹമാണ് നമ്മെ നിയോഗത്തിലേക്ക് നയിക്കുന്നത്. ദൈവസ്നേഹത്താൽ ആകർഷിക്കപ്പെട്ട സുവിശേഷ വാഹകരാകുവാൻ കർത്താവ് നമ്മെ വിളിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.